സിനിമ കൊള്ളാം, നല്ല സിനിമയാണ്. അവാർഡിന് പോകാനുള്ള സിനിമ തന്നെയാണ്. നമ്മുടെ നാട്ടിൻ ശൈലി എടുത്ത പടം കൊള്ളാം. പിന്നെ അതിൽ അവസാനമായി നായകൻ അഭിനയിച്ച വൈസ് ആൻഡ് റോള് സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടു. സിനിമ വന്നിട്ട് അവർ 70 കാലഘട്ടത്തിലെ സിനിമയാണ്. ആ ഒരു പ്രണയം നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ഒരു സെൻറ്റിമെൻസും എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മൂവിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടച്ചിങ് ആണ്, കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിമായിരുന്നു. നന്നായിരിക്കുന്നു. കാരണം അതിനകത്ത് ആർട്ടിസ്റ്റൊക്കെ നല്ല ലാസ്റ്റ് ചെയ്ത ക്യാരക്ടർ വളരെ പെർഫെക്ഷൻ. അതായത് പുള്ളി അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല, റിയാലിറ്റി തോന്നുന്നുണ്ട്. പടം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വന്നിട്ടുണ്ട്. കൊള്ളാം, വെരി ഗുഡ്. നന്നായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഇടക്കാലത്ത് കണ്ടതിൽ നമുക്ക് ചിന്തിക്കാനും വളരെ ബാക്കിലോട്ട് പോയിട്ട് പഴയ കാലത്തേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ഇപ്പോഴും രണ്ട് കാലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നന്നായിരുന്നു, മൊത്തത്തിൽ നന്നായിരുന്നു. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ ആ ക്യാരക്ടർ ലാസ്റ്റ് പൂർണ്ണമായിട്ട് അഭിനയിച്ച ക്യാരക്ടർ സൂപ്പറായിരുന്നു. വളരെ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിപ്പോയി. കാരണം അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ സൂപ്പർ അടിപൊളി ആയിരുന്നു. അഞ്ജലി കൃഷ്ണ പ്രത്യേകിച്ച് നല്ല അഭിനയം, നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയെ പറ്റി ഞാൻ ഈ സിനിമയിൽ നമ്മുടെ നെറ്റോസ്റ്റർ സംവിധാനം ചെയ്ത ഏകൻ എന്നുള്ള ഈ സിനിമയിൽ ത്രേസ്യ എന്നുള്ളൊരു കഥാപാത്രമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. എനിക്ക് ഒരു 100% ത്രേസ്യ എന്നുള്ള കഥാപാത്രമായി ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പ്രേക്ഷകരായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒരു കലാകാരിയെ സംബന്ധിച്ച് തീർച്ചയായും മുന്നോട്ട് നമുക്ക് ഇനിയും പോകണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരായ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയാലേ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും ഈ സിനിമ വന്ന് കാണണം. നമ്മളെപ്പോലുള്ള കലാകാരികളൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ ആ ഒരു അമ്മമാരുടെ ഒരു മേക്ക് ഓവറൊക്കെ ആയിരുന്നു എനിക്ക്. അത് തീർച്ചയായിട്ടും സാറിൻ്റെ ഓരോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞാൻ നല്ല മേക്ക് ഓവറാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. നിങ്ങളെല്ലാവരും പോയി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഹായ്, ഞാൻ അഞ്ജലി കൃഷ്ണ, ഏകൻ മൂവിയിലെ നായികയാണ്. സോ ഇപ്പോൾ ഞാൻ തിയേറ്ററിലാണുള്ളത്. ഇന്ന് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വന്ന് കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.